ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ ഏലിയാവിനെ വെല്ലുവിളിക്കുന്ന ഇസബേലിനെ കാണാൻ പറ്റും. അവിടെ പറയുന്നുണ്ട്, ഇസബേല്, ഞാൻ നീ കൊന്ന ഒരു പ്രവാചകനിൽ ഒരുവനെ പോലെ നിന്നെയും ആക്കും എന്ന് വെച്ചാൽ ഏലിയാവെ നിന്നെ തകർത്തുകളെ. അവിടെ അടുത്ത പറയുന്നത് എങ്ങനെയാണ്? അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദായ്ക്കുൾപ്പെട്ട ബേർശേബയിൽ ചെന്ന് അവിടെ തൻ്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. അവിടെ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. അവിടെ പറയുന്നു, ജീവരക്ഷയ്ക്കായിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. എന്നാൽ ചൂരച്ചെടിയുടെ ചുവട്ടിൽ ചെന്നിട്ട് മരിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്ന് വെച്ചാൽ അവിടെ അതുകൊണ്ട് ദൈവത്തോട് പറയുന്നുണ്ട്, മതി, എന്നെ നീ എന്ത് ചെയ്യണം? എടുക്കണം. ഇസബേലിൻ്റെ കൈ കൊണ്ട് ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നീ എന്ത് ചെയ്യണം? എന്നെ ഇവിടെ നിന്ന് എടുക്കണം. ഇതുപോലെയാണ് പ്രിയരെ ഈ തലമുറയിൽ ചില ആൾക്കാർ പറയുന്നത് കേൾക്കാറുണ്ട്, എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ വയ്യ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? ഞാൻ ആത്മഹത്യ ചെയ്തേനെ, എങ്കിലും എൻ്റെ ദൈവം എന്നെ അങ്ങ് എടുത്താൽ മതിയായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പ്രിയരെ, രണ്ടും സെയിമാണ്. നീ ആദ്യം പറഞ്ഞതും നീ രണ്ടാമത് പറയുന്നതും സെയിമാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ആയുസ് ദൈവം ചില പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ഹസായേലിനെയും ഏലീഷയൊക്കെ അഭിഷേകം ചെയ്യാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ഇസബേലിൻ്റെ കൈ കൊണ്ട് എനിക്ക് ചാകണ്ട, നീ എന്നെ അങ്ങ് എടുത്താൽ മതി. പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ദൈവം നമ്മളെ അയച്ചിരിക്കുന്ന ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്. അവിടെ എത്ര വലിയ ഇസബേൽ വന്നാലും നിന്നെ തകർക്കാൻ പറ്റത്തില്ല. അവിടെ നിന്ന് ഓടിപ്പോകേണ്ട കാര്യമൊന്നുമില്ല. ഏലിയാവ് അവിടെ നിന്നാലും ഇസബേൽ അനങ്ങത്തില്ല. പക്ഷേ ഏലിയാവ് മനുഷ്യനാകൊണ്ട് അവിടെ പറയുന്നുണ്ട്, ഭയപ്പെട്ടിട്ടാണ് പുറപ്പെടുന്നത്. ജീവന് വേണ്ടി ഓടുകയാണ്, എന്നിട്ട് മരിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. ഇതുപോലെയാണ്, ജീവിക്കാൻ ആഗ്രഹമുണ്ട്, എന്നാലും പറയുന്നത് എന്നെ അങ്ങ് എടുത്താൽ മതി. ഇതെല്ലാം പ്രിയരെ ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്നത് പോലെയാണ്. നമ്മളിപ്പോൾ പറയുകയാണ്, ബാലിനെ പോയി സേവിക്കുന്നത് പാപമായതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഞാൻ സേവിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ സേവിക്കുന്നത്. അതൊരു പാപമായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ നിന്നെ സേവിക്കുന്നത്, അല്ലാതെ നീ ദൈവമെന്ന് അറിഞ്ഞിട്ടല്ല. അതല്ല എൻ്റെ അർത്ഥം. പ്രിയരെ, ആരാധിപ്പാൻ യോഗ്യനായ സൃഷ്ടിതാവായ ഒരൊറ്റ ദൈവമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നത്. ഇങ്ങനെ ദൈവത്തെ ആരാധിപ്പാൻ സാഹചര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ അവിടെയുണ്ട് ഇവിടെ ഉണ്ടെന്ന് പറയാതെ, നല്ല സമയം വരുമ്പോൾ ഞാൻ കർത്താവിൻ്റെ കൂടെയുണ്ട്, അല്ല തീയതായിട്ടുള്ളൊരവസ്ഥ വന്നാൽ എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയാതെ, ദൈവസന്നിധിയിൽ ദൈവം തന്നിരിക്കുന്ന ആയുസ്, അത് നല്ലതാകട്ടെ തീയതാകട്ടെ, അത് തീച്ചൂളയാകട്ടെ, അത് സമാധാനമാകട്ടെ, അവിടെ എല്ലാം നിലനിർത്തുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അതിനെല്ലാം ആത്മാവിൽ ചാടിക്കടക്കാനുള്ള കൃപ പ്രാപിച്ച് സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.